നമസ്കാരം. സ്പിരിച്വൽ അനാറ്റമി സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ 13ാമത്തെ ചക്രത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആധ്യാത്മിക യാത്രയുടെ കൾമിനേഷൻ ആണ് 13th ചക്ര. സെൻട്രൽ റീജിയൻ, സെൻറ്റർ. ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി അബ്സല്യൂട്ട് നത്തിങ്നെസ് എന്നാണ് ഉണ്ടായത് എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. ലാലാജി മഹാരാജ് നിരന്തര സത്യത്തിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ നത്തിങ്നെസ്, സാധ്യതകളും കൂടി ഇല്ലാത്ത നത്തിങ്നെസ്സിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. പിന്നെ സെൻറ്റർ രൂപീകരിക്കപ്പെടുന്നത്. സെൻറ്ററാണ് നമ്മൾ ഗോഡ് എന്നുള്ള പദം കൊണ്ട് പരാമർശിക്കുന്നത്. സെൻറ്റർ രൂപീകരിക്കുമ്പോൾ അവിടെ വിൽ പവർ പ്രകടമാവും. അതുവരെ വില്ലുമില്ല, കാരണം വില്ലിൻ്റെ ആവശ്യമില്ല, സാധ്യതകളില്ല. അപ്പോൾ കേന്ദ്രീകൃതമാകുമ്പോൾ എല്ലാം ഒന്നിച്ചു ചേർത്ത് വെക്കണം എന്നുള്ള ആ ഒരു വില്ല് അത് അതിൻ്റെ കണ്ടന്റായിട്ട് മാറുന്നു. ഒരു കോൺസെൻട്രേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പം അങ്ങനെയാകുമ്പോൾ ആ സെൻറ്റർ ചുറ്റും ഒരു സെൻട്രൽ റീജിയൻ അറിയാതെ രൂപീകരിക്കുന്നു. സെൻട്രൽ റീജിയൻ മാഗ്നറ്റിക് ഫീൽഡ് പോലെയാണ് എന്ന് ബാബുജി മഹാരാജ് പറയുന്നുണ്ട്. സെൻറ്റർ അവിടെ ഉണ്ട്, സെൻട്രൽ റീജിയൻ അവിടെ ഉണ്ട്. ഗോഡ് ഉണ്ട്, റീജിയൻ ഉണ്ട്. അവിടെ നിന്നും സെൻറ്റർ ക്ഷേത്രത്തിലേക്ക്, ഈ റീജിയനിലേക്ക് തിരിയുമ്പോഴാണ് ക്രമേണ അത് ഈഗോ ആയിട്ട് പരിവർത്തനപ്പെടുന്നത്. അപ്പോൾ സെൻറ്ററിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ബാബുജി മഹാരാജ് ഐഡന്റിറ്റി എന്ന് പറയുന്നു. സൂപ്പർ 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 ഈഗോ എന്ന് നമുക്ക് പറയാം. അവിടെ ഈഗോ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ തീർച്ചയായിട്ടും അവിടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ എൻ്റെ പരാപ്രകൃതി, എൻ്റെ അപരാപ്രകൃതി എന്ന് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ പരാപ്രകൃതിയിലേക്കും, അതായത് ഹയർ നേച്ചറിലേക്കും,
അപരാപ്രകൃതിയിലേക്ക്, അതായത് ലോവർ നേച്ചറിലേക്കും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ഞാൻ അവിടെ ഉണ്ട്. ഇറ്റ് ഇസ് ബിയോണ്ട് പര ആൻഡ് അപര. ഇത് വലിയൊരു റെവലേഷനാണ്. പരാപ്രകൃതിയും അപരാപ്രകൃതിയും എൻ്റെ രണ്ട് പ്രകൃതികളാണെന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. നമ്മളുടെ ഈ തലത്തിൽ നമുക്കൊരു ആധ്യാത്മികമായിട്ടുള്ള ഒരു മേഖലയുണ്ട്, ഭൗതികമായിട്ടുള്ള മേഖലയുണ്ട്. അതിൻ്റെ ജംഗ്ഷനിലാണ് ഈ ഞാൻ. ജാഗ്രത അവസ്ഥയിൽ ഉണരുന്നതിന് മുമ്പ് തന്നെ മനസ്സിൻ്റെ പ്രകടനം വരുമ്പോൾ തന്നെ ഭൗതിക തലത്തിലേക്ക് തിരിയിരിക്കും. ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ. അപ്പം അത് ഉദ്ഭവിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പരാപ്രകൃതി നിന്നാണ് ഈ എനർജി എടുക്കുന്നത്. ഈ അപരാപ്രകൃതി, അതായത് മനസ്സ് തൊട്ടിട്ട് താഴേക്കുള്ള എല്ലാം പ്രവർത്തിക്കാനുള്ള ശക്തി എടുക്കുന്നത് എൻ്റെ പരാപ്രകൃതിയാണ്, ഹയർ നേച്ചർ, എൻ്റെ പരാപ്രകൃതി. അപ്പം ഈ ഞാൻ റിഫൈൻ ചെയ്ത് വരികയാണ്. ഹാർട്ട് റീജിയനിൽ നിന്ന് നമ്മൾ മനുഷ്യൻ എന്നുള്ള തലത്തിൽ നിന്നും റിഫൈൻ ചെയ്തത് മൈൻഡ് റീജിയനിലെത്തി. അപ്പോൾ ഈഗോ വളരെ ഡോമിനേറ്റ് ചെയ്തു. അപ്പോഴും അവിടെയുണ്ട് സൂപ്പർ കോൺഷ്യസസും സബ് കോൺഷ്യസസും. ഈഗോ ട്രാൻസെൻഡ് ചെയ്തിട്ടുള്ള അവസ്ഥകളെ സബ് കോൺഷ്യസസ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസെൻഡ് ചെയ്യാനുള്ള അവസ്ഥകളെ സൂപ്പർ കോൺഷ്യസസ് എന്ന് പറയുന്നത്. ഇനിയും വരികയാണ്. നമ്മൾ ഈ കോൺഷ്യസസ് എന്നുള്ള സ്പെക്ട്രം താണ്ടി പോവാണ്. സംസാര സാഗരം എന്നൊക്കെ പറയാം. ഇപ്പോൾ സ്പിരിച്വൽ ഹാർട്ട് എന്നാണ് നമ്മൾ മാസ്റ്റേഴ്സ് പറയുന്നത്. അപ്പോൾ അത് കടന്ന് സൂപ്പർ കോൺഷ്യസസും കടന്ന് കോൺഷ്യസ്നെസ്സിൻ്റെ ഈ മേഖല, അതായത് മനസ്സിൻ്റെ പ്രവർത്തന മണ്ഡലമായിട്ടുള്ള ഈ റീജിയൻ, അതിന് ഹയസ്റ്റ് തലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഞാൻ അതിസൂക്ഷ്മമാണ്. അപ്പോഴാണ് ബ്രഹ്മരന്ധ്രം കടക്കുന്നത്. അപ്പം ഞാൻ റിഫൈൻഡ് ആയിരിക്കുമ്പോൾ പ്രഭു സ്റ്റേറ്റായി. 12th പോയിന്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോഴും ഉണ്ട് എന്നെക്കാളും ഉയർന്ന ഒരു സ്റ്റേറ്റ്, താഴ്ന്ന ഒരു സ്റ്റേറ്റ്. ബ്രഹ്മരന്ധ്രം കടക്കുമ്പോൾ അപ്പോഴും ഇത് മനസ്സിലാക്കാൻ ഒരു ഐഡന്റിറ്റി അവിടെ വേണം. ബ്രഹ്മരന്ധ്രം കടന്നാൽ ഐഡന്റിറ്റി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മഹാപ്രളയം ഡിസോൾവ് ചെയ്തു. ആ നത്തിങ്നെസ്സിലേക്ക് ഡിസോൾവ് ചെയ്തു. അപ്പം അങ്ങനെയാകുമ്പോൾ അതേക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അവിടേക്ക് പൂർണ്ണമായിട്ടുള്ള ആ വിലയം പ്രാപിക്കുന്നതിന് മുമ്പ് ഐഡന്റിറ്റി ആയിട്ട് നിലനിൽക്കാൻ ഉള്ള ഒരു സ്റ്റേറ്റ്, ഒരു എന്താ പറയുക, ആ ഒരു വിൽ, അതൊരു വലിയ വിൽ പവറാണ്. ബാബുജി മഹാരാജ് സ്വയം പ്രളയത്തിലേക്ക് പോകാനും തിരിച്ചു വരാനുമുള്ള ആ വിൽ ഉണ്ട്. അപ്പോൾ എല്ലാ ലിമിറ്റേഷൻസും കടന്നുപോയി എന്ന് ബാബുജി മഹാരാജ് തന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുന്നില്ല മാത്രം. കമൻട്രീസ് ഓൺ 10 മാക്സിംസ് വായിച്ചാൽ ഇത് കാണാം. അപ്പോൾ ബാബുജി മഹാരാജ് തൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. വേറൊരു ഇടത്ത് പറയുന്നു, ലാലാജി മഹാരാജ് ബാബുജി മഹാരാജിനെ ആദ്യത്തെ സിറ്റിംഗ് എടുക്കാൻ പുറമേ നിന്നതാണ്. അൾട്ടിമേറ്റിൽ നിന്നും സിറ്റിംഗ് എടുത്തിട്ടില്ല ഫസ്റ്റ് മനുഷ്യൻ ബാബുജി മഹാരാജാണ്. അപ്പോൾ ലാലാജി മഹാരാജ് കാത്തു നിന്നു ബാബുജി മഹാരാജ് വരാനായിട്ട്. ബാബുജി മഹാരാജ് വരുന്നതിന് മുമ്പേ ലാലാജി മഹാരാജ് സിറ്റിംഗ് എടുത്തെങ്കിൽ എന്തായിരുന്നു, ഡിസോൾവ് ചെയ്യും. പിന്നെ അവിടെ സഹജമാർഗം ഉണ്ടാവില്ല. അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ആ പരമ്പര നിലനിർത്താൻ ലാലാജി മഹാരാജ് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ത്യാഗമാണ്. ഇവിടെ നിന്നുകൊണ്ട് തൻ്റെ ശിഷ്യനെ കൈപിടിച്ചിട്ട് നോക്കിയിട്ട് വരും. എന്നിട്ട് ബാബുജി മഹാരാജാണ് സ്പെഷ്യൽ പേഴ്സണാലിറ്റി. അപ്പോൾ ലാലാജി മഹാരാജിന്റെ മഹത്വം നോക്കൂ. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് സെൻട്രൽ റീജിയനിലേക്ക് കടന്നത് എന്ന് മനസ്സിലാക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണിത്. വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഈ ഐഡന്റിറ്റി എന്നുള്ള തലത്തിൽ അത്രയും വിൽ ഉണ്ട് എന്ന് ബാബുജി മഹാരാജ് പറയുന്നുണ്ട്. ഡിസോൾവ് ചെയ്യാനും തിരിച്ചു വരാനുള്ള വില്ല്. അപ്പോൾ ആ വിൽ, അൺഫെയിലിംഗ് വിൽ, ഇൻഡോമിറ്റബിൾ വിൽ, ഒരിക്കലും വ്യതിചലിക്കാത്ത ഒരു ഇച്ഛാശക്തി, അത് ആ ബ്രഹ്മഗതിയുടെ സ്വഭാവമാണ് എന്ന് ബാബുജി മഹാരാജ് പറയുന്നത്. കാരണം പ്രപഞ്ചം സൃഷ്ടിക്കാനും പ്രളയം നടത്താനുമുള്ള വിൽ, അതാണ് ഐഡന്റിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ. പരാപ്രകൃതി അപരാപ്രകൃതി തൻ്റെ കയ്യിൽ നിൽക്കുകയാണ്. കോൺഷ്യസ്നസ് ഇസ് ദ ടൂൾ ഓഫ് ഗോഡ് എന്ന് ബാബുജി മഹാരാജ് പറയുന്നുണ്ട്. ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ കോൺഷ്യസ്നസ്. അപ്പോൾ കോൺഷ്യസ്നസ് എവിടെ നിന്നും തുടങ്ങുന്നു,
ആ ക്ഷോഭം തുടങ്ങിയ മുതൽക്ക് ഈ ഐഡന്റിറ്റി ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന മുതൽക്ക് കോൺഷ്യസ്നസ് എന്നുള്ള പേര് വരാൻ തുടങ്ങി. അതിനു മുമ്പേ കോൺഷ്യസ്നസിൻ്റെ ഒരു അതിസൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ സെൻട്രൽ റീജിയനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി പറയുകയാണ്, ബ്രഹ്മരന്ധ്രം കടന്ന് ഒരു കാസിൽ കിടക്കുന്ന പോലെയാണ് ചാരിജി മഹാരാജ് ഹബിൾ ബബിൾ പറയുന്നത്. ചുറ്റും ഒരു കിടങ്ങുണ്ട്, ആ കിടങ്ങ് കടന്ന് ഉള്ളിലേക്ക് കിടക്കുക. അപ്പോൾ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് അവിടേക്ക് കിടക്കുക? എൻ്റെ ഈ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന രീതിയിൽ അടിക്ക് വേണമെന്ന് അവിടുന്ന് ഒരു വ്യക്തിത്വം കൈ പിടിച്ചിട്ട് നമ്മളെ ഉയർത്തണം. അപ്പോൾ ആ വ്യക്തിത്വമാണ് നമ്മുടെ സ്പെഷ്യൽ പേഴ്സണാലിറ്റി. അദ്ദേഹം ഈ ഭൂമി വരെ, ഭൗതിക ലോകം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഈ വിശാലമായിട്ടുള്ള സ്പെക്ട്രത്തിലൂടെ പ്രാണാഹുതി എന്ന എസൻസ് ആയിട്ട് നമ്മളിലേക്ക് പ്രവഹിക്കുകയാണ്. അപ്പം അതിനുള്ള മാധ്യമമാണ് നമ്മുടെ പ്രിയപ്പെട്ട ദാജി ബാബുജി മഹാരാജിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഈ വഴിയിൽ ഈ ഹൈറാർക്കി ചാരിജി മഹാരാജ്, പിന്നെ മാസ്റ്റേഴ്സ് എല്ലാവരും ഹൈറാർക്കിയിലുണ്ട്, ലൈൻ വരിവരിയായിട്ടുണ്ട്. ഒരു എസൻസിൻ്റെ ഒരു ഫ്ലോ ആയിട്ട് ഇവിടെ ഉണ്ട്. എല്ലാവരും ഒന്ന് തന്നെ, ഒരു വ്യത്യാസമില്ല എന്ന് ബാബുജി മഹാരാജ് പറയുന്നുണ്ട്. നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ അവിടെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സെൻട്രൽ റീജിയനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, സെൻട്രൽ റീജിയൻ്റെ സ്വഭാവം എന്താണ്? എൻ്റെ ഹൃദയത്തിലാണ് ക്രിയേഷൻ, സെപ്പറേഷൻ ഇല്ല. യൂണിവേഴ്സും ഞാനും ഒന്നാണ് എന്നുള്ള ബോധം വന്നു ഹാർട്ട് റീജിയൻ കടന്നപ്പോൾ. അതിനുശേഷം മാസ്റ്റർ ഉണ്ട് എന്നുള്ള ബോധം വന്നു. അതാണ് മൈൻഡ് റീജിയൻ. മാസ്റ്ററെ പോലെ ആയിത്തീരണം. ഇപ്പോൾ മാസ്റ്റർ പോലെ ആയി തീർന്നു കഴിഞ്ഞിരിക്കുന്നു, മാസ്റ്ററുടെ ഇൻസ്ട്രുമെൻ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും? ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ ഉള്ളിലാണ്. എൻ്റെ ഹൃദയം അതിൻ്റെ ഒരു പ്ലേ ഗ്രൗണ്ടാണ് എന്നുള്ളൊരു ഫീലിംഗ് വരാൻ തുടങ്ങും. എക്സിസ്റ്റൻസ്, നമ്മൾ ജീവിതം എന്ന് പറയുമ്പോൾ, എൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരം, എൻ്റെ ശരീരത്തിനുള്ളിലുള്ള ഓർഗൻസ്, എൻ്റെ കുടുംബം, അതെൻ്റെ ജീവിതത്തിന് പുറത്താണ്, എൻ്റെ ശരീരത്തിന് പുറത്താണ്. ഞാൻ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകില്ല, എൻ്റെ ശരീരം കൂടി കൊണ്ടുപോകില്ല. പക്ഷെ അവിടെ എത്തുമ്പോൾ അങ്ങനെയല്ല. പ്രപഞ്ചം മുഴുവൻ ബോഡിയായിട്ട് മാറിയിരിക്കുകയാണ്, ശരീരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ സ്പെഷ്യൽ പേഴ്സണാലിറ്റിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അഭ്യാസിക്ക് പ്രപഞ്ചവും ഞാനും ഒന്ന് തന്നെ, ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഇവിടുന്ന് വിട്ടുപോകുന്ന ഒരു പ്രശ്നം തന്നെ ഇല്ല, പ്രപഞ്ചത്തിൽ നിന്ന് വിട്ടുപോകുന്നൊരു സ്ഥിതി ഇല്ല. അപ്പോൾ അപ്പുറവും ഇപ്പുറവും എന്നുള്ള ചിന്ത ഇല്ലാണ്ടായി മാറുന്നു, പരാപ്രകൃതി അപരാപ്രകൃതി എന്നുള്ള ചിന്ത ഇല്ലാണ്ടായി മാറുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് ആണ് ഈ അൺഫെയിലിംഗ് വിൽ പവർ. അങ്ങനെ ഒരു വ്യക്തിത്വം എന്ത് ഇച്ഛിക്കുന്നു അത് സംഭവിക്കും എന്നാണ്. അതാണ് അൺഫെയിലിംഗ് വിൽ പവർ. അതുമാത്രമല്ല, ഒരു തരത്തിലും കളങ്കപ്പെടാത്ത സ്നേഹം. ചാരിജി മഹാരാജ് ഒരിക്കൽ ദാജിയോട് ചോദിച്ചു, ഒരു പ്രസപ്റ്റർ സെമിനാർ കഴിഞ്ഞപ്പോൾ, ഇവിടെയുള്ള ഏറ്റവും എലിവേറ്റഡ് ആയിട്ടുള്ള സോൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു അഭ്യാസി സിസ്റ്റർ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത് ദാജിയോട് ചോദിച്ചപ്പോൾ ദാജി പറഞ്ഞു, അവർക്ക് ഒരിക്കലും ഒരു താഴതലത്തിൽ സ്നേഹിക്കാൻ സാധിക്കില്ല. ഭർത്താവായിട്ട് പെരുമാറാൻ കൂടും ആ സമയത്ത് കൂടി നിഷ്കളങ്കതയാണ് അവർക്കുള്ളത്. അൺകണ്ടീഷണൽ ലവ്, എല്ലാവരോടും ആ സ്നേഹം ഒരേപോലെ തന്നെ, ഡിഫറൻസ് ഇല്ലാതെ അവരിലൂടെ കാണാൻ സാധിക്കുന്നു. ബാബുജി മഹാരാജ്, ഇപ്പോൾ ചാരിജി മഹാരാജ്, ദാറ്റ് ഇസ് ബ്രഹ്മഗതി എന്ന് പറഞ്ഞു. ബ്രഹ്മഗതിയുടെ വേറൊരു സ്വഭാവമാണ് ആ പരിപൂർണമായിട്ടുള്ള സ്നേഹം, ഡിഫറൻസിയേഷൻ ഇല്ലാത്ത, സൂര്യൻ പ്രകാശിക്കുന്ന പോലെയുള്ള ആ ഒരു സ്റ്റേറ്റ്. അപ്പം ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ, ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ ഓസ്മോസിസിൽ ഇരിക്കുമ്പോൾ ഈഗോ തീരെ ഇല്ലാണ്ടേ മാറും. ഹ്യൂമിലിറ്റി നമ്മുടെ സ്വഭാവമാണ്, ഡിഫറൻസ് ഇല്ല. ആ ഹ്യൂമിലിറ്റിയാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവൈൻ വിസ്ഡം, അബ്സല്യൂട്ട് ഹ്യൂമിലിറ്റി. ഈഗോ മാറിയിട്ട് അബ്സല്യൂട്ട് ഹ്യൂമിലിറ്റി ആവുന്നതാണ് ദാജി പറയുന്നത്. അപ്പോൾ ഈഗോ ഉണ്ട് അവിടെ, തീർച്ചയായിട്ടും ഹ്യൂമിലിറ്റി എന്നുള്ള രൂപത്തിൽ അവിടെ ഉണ്ട്. ആ തരുന്ന എസൻസ്, പ്രാണാഹുതി സ്വീകരിക്കാൻ പൂർണ്ണമായിട്ട് എം ടി ആയിട്ട് നിൽക്കുകയാണ്, എൻ്റേതായിട്ട് ഒന്നുമില്ല. ബെഗേഴ്സ് ബൗൾ എന്ന് ബാബുജി മഹാരാജ് പറയുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു വിനയം, അതാണ് ഈഗോൻ്റെ ഒരു സ്വഭാവം അവിടെ. അപ്പോൾ ആ ഒരു വിനയം ആണ് അറിയാതെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെൻറ്ററിൽ പവർ ആർക്സ് എന്ന് ബാബുജി മഹാരാജ് പറയുന്നുണ്ട്. 7 റിങ്സ് ഓഫ് സ്പ്ലെൻഡർ, കടലിൻ്റെ അലകൾ പോലെ താരതമ്യമാണ്
അപ്പോൾ ഈ അലകളിലൂടെ സഞ്ചരിക്കാൻ എന്താണ് വഴി? കാരണം അവിടെ ഞാൻ എന്നുള്ള ഈ ഭാവം സ്വയം തിറയാൻ പറ്റുന്ന രീതിയിലില്ല. മാസ്റ്റർ ഞാൻ ഒന്നായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് എന്താണ്? നമ്മൾ ഇത്രയും കാലത്തെ സാധനയെ നമ്മൾ ഏകീകരിച്ച് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഡിസിപ്ലിൻ, ആ ഹ്യൂമിലിറ്റി, അത് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നു. എക്സ്പേർട്ട് സർഫർ എന്നാണ് ദാജി പറയുന്നത്. എക്സ്പേർട്ട് ആവുന്നു. ഇപ്പം എക്സ്പേർട്ട് സർജനെ പറ്റി അറിയാം. ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നു, പിന്നെ ഓട്ടോമാറ്റിക് ആവുന്നു സർജറി, പിന്നെ ഉറക്കത്തിൽ പോയാലും സർജറി ചെയ്യാൻ പറ്റും. പാട്ടുകാരനുണ്ട്, ഉറക്കത്തിൽ ഇട്ടാലും സംസാരിക്കുമ്പോൾ തന്നെ പാട്ട് പോലെ ഒന്ന് അടിച്ചു പോകും. എപ്പോഴും ഗാനം തന്നെ ഒരു സ്വഭാവം. അതുപോലെയുള്ള ഒരു വ്യക്തിത്വമായി മാറുന്നു. അപ്പോൾ ആ മേഖലയെ പറ്റിയിട്ട് വർണ്ണിക്കാൻ പറ്റില്ല എന്നും ബാബുജി മഹാരാജ് പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി അവിടെ നിന്നാണ്, ആ ഒരു സ്റ്റേറ്റിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയുടെ കാരണമായി വിലയത്തിലാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രളയം എന്നുള്ള ചിന്ത വരുന്നില്ല, ക്രിയേഷൻ എന്നുള്ള ചിന്തയും വരുന്നില്ല. അത്ര അത്ഭുതകരമായിട്ടുള്ളൊരു സ്ഥിതിയായിരിക്കും അത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, നതദ്ഭാസയത്തെ സൂര്യോ നശശാങ്കോന പാവക യദ്ഗത്വാന്ന് നിവർത്തന്തി തഥാമ പരമം മമ. അവിടെ സൂര്യൻ്റെ പ്രകാശമില്ല, ചന്ദ്രൻ്റെ പ്രകാശമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ട്. വേണമെങ്കിൽ എനിക്ക് ഡിസെൻഡ് ചെയ്യാം, ഈ ലോകങ്ങളിലേക്ക് ഡിസെൻഡ് ചെയ്യാം, ഇവിടെ പ്രവർത്തിക്കാം, ഒരു മാസ്റ്ററായിട്ട്, ഒരു അവതാരമായിട്ട് ഇവിടെ ഇറങ്ങി വരാം, പ്രവർത്തിക്കാം. പക്ഷേ എപ്പോഴും ഏത് നിമിഷവും തിരിച്ചു പോവാം എന്നുള്ള തീരുമാനത്തിലാണ് വരുന്നത്. ഒരിക്കലും ഇവിടെ ബൗണ്ടല്ല, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോവാം. തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ ശരിക്കും പോകേണ്ട ആവശ്യമില്ല, അവിടെ തന്നെയാണ്. പക്ഷേ ഈ ബോഡി ഡിസോൾവ് ചെയ്യണം. ആ ബോഡി ഡിസോൾവ് ചെയ്യുന്നതിനൊപ്പം വേണമെങ്കിലും യൂണിവേഴ്സും കൊണ്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റും. കാരണം പ്രപഞ്ചം മുഴുവൻ തൻ്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു മാസ്റ്റർ, അദ്ദേഹം അങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടു കൂടി പ്രപഞ്ചം കൂടി ഡിസോൾവ് ചെയ്തു. അപ്പം ഇവിടെ പ്രപഞ്ചം നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു മാസ്റ്റർ ജീവിച്ചിരിക്കുന്നു, മാസ്റ്റർ ഉണ്ട് നമ്മളിപ്പം. അപ്പോൾ മാസ്റ്റർ നമ്മളൊപ്പം ഉണ്ട് എന്നുള്ളത് ഒരു വലിയ നല്ല ലക്ഷണമാണ്. യൂണിവേഴ്സ് ഇപ്പോഴും മഹാപ്രളയത്തിലേക്ക് പോകാറായിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണത്. ആ കവാടം, സ്നേഹത്തിൻ്റെ കവാടം ഇപ്പോഴും ഓപ്പണാണ്. ഇനിയും ഇവിടെ സോഴ്സിന് വളരാം, പുരോഗമിക്കാം. അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇല്ലാതെ കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഡിസൊല്യൂഷൻ, അടുത്ത ക്രിയേഷനിലെ സാധ്യത അവിടെ കാണേണ്ടി വരും. അപ്പം എനിക്ക് തോന്നാറുണ്ട് അവിടെ ക്യൂ ആയിട്ട് ലിബറേറ്റഡ് സോൾസ് വെയിറ്റ് ചെയ്യാണ്. ഞാൻ ശ്രമിച്ച് നോക്കാം, പ്രപഞ്ചത്തിൽ പ്രശ്നങ്ങൾ ഞാനൊന്നുകൂടി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ റിക്വസ്റ്റ് നിൽക്കുകയായിരിക്കും. അപ്പോൾ ആ റിക്വസ്റ്റ് മാച്ചൊക്കെ നീ പോയിട്ട് വരൂ എന്ന് പറയാൻ കുറേ ലിബറേറ്റഡ് സോഴ്സ് ഉണ്ട്. ഞാൻ അങ്ങനെ അല്ലാത്തൊരു സ്റ്റേറ്റ് ഒന്നും പറയാം, ഇവിടെ നീ രക്ഷയൊന്നുമില്ല, നമുക്കിത് മുഴുവൻ മാച്ചിട്ട് രണ്ടാമതിനെ തുടങ്ങാം എന്നാണ് തീരുമാനിച്ചാലും അതോട് കൂടിയിട്ട് ഈ യൂണിവേഴ്സ് കംപ്ലീറ്റ് ഡിസോൾവ് ചെയ്യുന്നു. അപ്പം അങ്ങനെ സ്റ്റേറ്റിലേക്ക് പോവാതിരിക്കാനുള്ള ഒരേ ഒരു സാധ്യത സഹജമാർഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ അഭ്യാസികളുണ്ട്, സ്വയം ഇവോൾവ് ചെയ്യാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും എവല്യൂഷനിൽ നിസ്വാർത്ഥരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടോട്ടലായിട്ട് ഉന്മൂലനത്തിന് ആവശ്യം വരില്ല. നമുക്ക് ഹൃദയത്തിലുള്ള ശുദ്ധീകരണം നടത്താം, നമുക്കൊരു സ്പിരിച്വൽ ഇൻക്ലിനേഷൻ വരാം, ലോകത്തിലുള്ള എല്ലാവർക്കും ആ യാത്രയിൽ പങ്കെടുക്കാനുള്ള സാധ്യത നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം. അങ്ങനെയാകുമ്പോൾ സെൻട്രൽ റീജിയൻ ഇവിടേക്കുള്ള ആ കണക്ഷൻ എന്നെന്നും നിലനിൽക്കും. ഒരു കാലത്ത് പ്രപഞ്ചം മുഴുവൻ അതേ ഹാർമണിയിൽ വൈബ്രേറ്റ് ചെയ്യും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഹാർട്ട്നെസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിട്ട് ധ്യാനിക്കാം. നമുക്ക് യാത്രയൊന്നുമില്ല, യാത്രകളൊക്കെ അവസാനിച്ച ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. കണ്ണുകൾ അടച്ചിരിക്കും. ദിവ്യനായിട്ടുള്ള ആ ഗ്രേറ്റ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രുമെൻസായി ഒരു സംശയവുമില്ലാതെ പൂർണ്ണ ഹൃദയത്തോടു കൂടിയിട്ട്
എപ്പോഴും അദ്ദേഹത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം അദ്ദേഹത്തിൻ്റെ തന്നെ രൂപമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ദിവ്യ സ്നേഹപ്രവാഹം നമ്മളിലൂടെ പ്രവഹിക്കാൻ, എന്നെന്നും പ്രവഹിക്കാൻ സന്നദ്ധരായി മാറിക്കഴിഞ്ഞു. ഈ ആധ്യാത്മിക യാത്രയുടെ ഈ കൾമിനേഷൻ നമ്മളിൽ ആ ഒരു റെസനൻസ് സൃഷ്ടിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് കുറച്ചു നേരം നമുക്ക് കണ്ണടച്ചിരിക്കാം. ഓക്കെ, എല്ലാവർക്കും നന്ദി.